നമസ്കാരം. ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രൈവറ്റുകാർക്ക് പ്രിയദർശിനി വന്നതിന് ശേഷം കിട്ടിയ അടികളെ പറ്റിയാണ്. അല്ലെങ്കിൽ അവർ പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെയും അവസ്ഥയും പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ വി.ഡി. സതീശൻ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം കൊടുത്ത വാഗ്ദാനങ്ങളൊന്നായ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് എന്ന പദ്ധതി ഭാഗമായി ഇപ്പോൾ ചെയ്ത പ്രിയദർശിനി എന്ന ഒരു സാധാരണക്കാരന് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞു പ്രിയദർശിനി. കാരണം സ്ഥിരമായി ഒരു ഒരു ഭർത്താവും ഭാര്യയും സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നെങ്കിൽ അവരൊരു സർക്കാർ ജീവനക്കാരായിരിക്കും. അല്ല, സ്ഥിരമായിട്ട് ജോലിയുള്ളവർ മാത്രം ചിലപ്പോൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലാത്തവരില്ല. അത് പൂർണ്ണമായും ഞാൻ പറയാം. അതിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് വണ്ടിയിൽ ആൾക്കാരില്ലാതെ അപ്പോൾ അവരുടെ നടു ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാക്സ് ഇനത്തിൽ തന്നെ സർക്കാരിന് ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് വണ്ടിയുടെ തന്നെ പുറകിൽ പെർമിറ്റ് ഇടുന്നതിന് അവസ്ഥയായി കഴിഞ്ഞു ഇപ്പം. അതുപോലെ തന്നെ KSRTC ഉടനെ നിലനിൽക്കില്ല, ഉടനെ തകരും, മുടിയും. സത്യത്തിൽ പറഞ്ഞാൽ മുടിക്കാൻ വേണ്ടിയാണോ വീണ്ടും പിണറായിയെക്കായാലും വലിയ മുടിക്കാൻ വേണ്ടിയാണോ വീടി കയറിയത് എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ചോദ്യം. ജനങ്ങളുടെ അല്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ ചോദ്യം അത് തന്നെയാണ്. കാരണം MVD മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടയർ പോരെങ്കിൽ ടയർ മാറണമെന്ന നിർദ്ദേശവും, അല്ലെങ്കിൽ ആ വണ്ടിക്ക് പെറ്റി അടിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്ന് പ്രൈവറ്റ് വണ്ടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡീസൽ അടിക്കാൻ പോലും പൈസ അവർക്ക് കണ്ടെത്താൻ മാർഗങ്ങളില്ല. കൈ പൈസയിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ട് ഓടുന്ന വണ്ടി. അതുപോലെ തന്നെ ഒരു വാഹനത്തിലുള്ള സ്റ്റാഫുകൾക്കുള്ള സാലറി പോലും കൊടുക്കാൻ, അല്ലെങ്കിൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ടക്ടർക്ക് അവരുടെ കുടുംബം മുന്നോട്ട് പോകണം, ഡ്രൈവറുടെ കുടുംബം മുന്നോട്ട് പോകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വളയം ഇരുന്ന് 6-7 മണിക്കൂർ ഈ വളയം ഇരുന്ന് പിടിച്ച് അവർ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് അധ്വാനിച്ചാണ് ചെല്ലുന്നത്. അതുപോലും ഇല്ലായ്മ ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ വി.ഡി. സതീശൻ വന്നതിന് ശേഷം ചെയ്തത്. പ്രിയദർശിനി വന്നു, പിന്നെ KSRTCയുടെ നടുകൂടിയും. KSRTCക്ക് മെയിൻ്റനൻസിന് പൈസയില്ല. അന്നേരം പാവപ്പെട്ട ജനങ്ങളിലേക്ക് കരം നികുതിയായിട്ടും കറണ്ട് കണക്ഷൻ്റെ നികുതിയായിട്ടും വാട്ടർ നികുതിയായിട്ടും ഇനിയും ബില്ലുകൾ അടിച്ചേൽപ്പിക്കും പാവപ്പെട്ട സാധാരണക്കാരിലേക്ക്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സർക്കാർ കൊടുക്കണം 57 കോടി 62 കോടി രൂപ സർക്കാർ KSRTCക്ക് കൊടുക്കണം. അത്രയും വലിയ നഷ്ടം ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 60 വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു എന്തോരം നല്ലതായിരുന്നു. കാരണം അത് പാവപ്പെട്ട അമ്മമാർക്ക്, ക്യാൻസർ രോഗികൾക്ക്, ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു യാത്രയായിരുന്നു അത്. അത് ചെയ്യാതെ മൊത്തം പ്രിയദർശിനി അങ്ങ് യാത്ര സൗജന്യമായിട്ട് കൊടുത്തു. കാരണം സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുത്ത ഒന്നും അല്ലെങ്കിലും എവിടെ സ്ത്രീകൾ കയറിയാലും ഒന്നും ഇല്ലായ്മ ചെയ്യാറ്. ഉദാഹരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്തു. ഉദാഹരണം മാത്രമാണ്. അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ഒരു സ്ത്രീ തന്നെയാണ്. അതിൻ്റെ പിന്നിലും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും മുടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നൊന്നും ഞങ്ങൾ ആരോടും പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട, സർക്കാരിൻ്റെ ഔദാര്യം വേണ്ട. ഞങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ എല്ലാ മന്ത്രിമാർക്കും വാഹനത്തിൽ ഞെളിഞ്ഞിരുന്ന് യാത്ര ചെയ്താൽ മതിയല്ലോ. സാധാരണക്കാരൻ്റെ വിഷമം അറിയുന്ന ഒരു മന്ത്രിയെങ്കിലും വരുമെന്നോർത്താണ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ UDF കയറ്റിയത്. അതിന് പോലും ഒരു ഗുണമില്ലാത്ത അവസ്ഥയായി ഇപ്പം സത്യം പറഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി യാത്ര സൗജന്യം കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നതല്ല. കാരണം പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരുടെ അവസ്ഥ കണ്ടിട്ട് പറയാറ്. അന്നത്തെ ആഹാരം പോലും കണ്ടെത്താനായിട്ട് തികച്ച് ഒരു 2000 രൂപ ഓടാതെ ഇന്ധനത്തിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇത് വേണമായിരുന്നു. ഇതിപ്പോൾ ഭരണത്തിൽ വരാൻ വേണ്ടി ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തു. അതിങ്ങനല്ല നടപ്പാക്കുന്നത്. അതിനെപ്പറ്റി ഒരു കമ്മിറ്റി രൂപീകരിച്ച് നല്ലതായിട്ട് പഠിച്ചതിന് ശേഷം അങ്ങോട്ട് ഇതാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആണുങ്ങൾക്കൊരു താങ്ങുണ്ടാക്കി. ആണുങ്ങൾക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് സർക്കാരിന് തന്നെ വരുമെന്ന് അറിയാം. ബിവറേജിലോട്ട് ആണുങ്ങൾ പോകുള്ളത് ഈ ബിവറേജ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ബിവറേജിൽ നിന്ന് വരുന്ന ടാക്സുകൾ ഉള്ളതുകൊണ്ടാണ് സർക്കാർ എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കേൾക്കാം, KSRTC ശമ്പളം കൊടുക്കാനില്ല. ഇതൊക്കെ വരുത്തി വെക്കുന്ന വിനയ അല്ലേ? നമ്മൾ ഈ ജനപ്രതിനിധികൾ വരുത്തി വെച്ചിരിക്കുന്ന വിനയല്ലേ ഇതൊക്കെ? കാരണം സത്യം പറഞ്ഞാൽ തോന്നിവാസമാണ് കാണിക്കുക. തോന്നിവാസം. പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരെ ഇല്ലായ്മ ചെയ്യാനുള്ള തോന്നിവാസമാണ് ഈ ഭരണം വന്നതിൽ പിന്നെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നൂതനമായ ഒരു ചിന്ത കൊണ്ടുവരിക തന്നെ വേണം. അല്ലെങ്കിൽ പ്രിയദർശിനി എന്ന പദ്ധതി റദ്ദ് ചെയ്യാതെ തന്നെ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും, അതുപോലെ ക്യാൻസർ രോഗികൾക്കും, വികലാംഗർക്ക് പോലും ഇപ്പോൾ പൈസ ഈടാക്കുന്നുണ്ടല്ലോ. വികലാംഗർക്ക് സീറ്റുണ്ട്. അവിടെ സീറ്റ് പോലും ഇപ്പോൾ സ്ത്രീകളായിരിക്കുന്നത്. KSRTCയിലും സീറ്റേ പോലും പുരുഷന്മാർക്ക് ഇപ്പോൾ സീറ്റുകളില്ല. എല്ലാ സ്ത്രീകളും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുക. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി ഒരു ദിവസം ഏറ്റവും വീടിൻ്റെ ഉമ്മറത്ത് തിണ്ണ വഴി പോകുന്ന KSRTCയെ ഒന്ന് നോക്കണം. എത്ര സ്ത്രീകൾ, എത്ര സീറ്റ് കൃത്യമായി ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന്.
നിങ്ങൾ ഈ പ്രിയദർശിനി ഉണ്ടാക്കിക്കൊണ്ട് ആകെപ്പാടെ കിട്ടിയ ഒരു ഗുണമാണ് അത്. ബസ് നിറച്ച ആളുണ്ട്, സ്ത്രീകൾ സൗജന്യമായിട്ട്. നിങ്ങളുടെ ഏതായാലും വി ഡി സതീശൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നൊന്നും അല്ലല്ലോ ഈ പൈസ. ആണോ? ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്നുമാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇങ്ങനെയല്ല, ഇതുപോലത്തെ മാർഗങ്ങളിലും അല്ല. ഒരുപാട് മാർഗങ്ങൾ ചെയ്യാം. അതൊന്നും ചെയ്യാതെ ഇങ്ങനത്തെ മാർഗങ്ങളിലല്ല ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നത്. സ്ത്രീകൾ മാത്രമാണോ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്? സ്ത്രീകൾ മാത്രമാണോ? അല്ല. സാധാരണക്കാരൻ 1 കിലോ സെവോള മേടിക്കുന്ന പോലും സാധാരണക്കാരൻ ചെയ്യുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സ്ത്രീകൾക്ക് യാത്ര ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇപ്പം മൊത്തത്തിൽ പ്രൈവറ്റ് ഇടം മുടിയാണ്. സർക്കാരിന് കിട്ടേണ്ട ഒരു സോഴ്സ് കൂടി ഉടനെ നിൽക്കും. പ്രൈവറ്റുകാർ തീരുമാനിക്കും ഇനിയും അതിൽ ഓടുന്നില്ല എന്ന് തീരുമാനിക്കും. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലേക്ക് വരും. അതിൽ ഭേദം 60 വയസ്സിന് മുകളിലോട്ടുള്ള അമ്മമാർക്ക് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുകയും അതുപോലെ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി കൊടുക്കുകയും അതിലുപരി പിള്ളേർക്ക്, വരുന്ന തലമുറകൾക്ക് എന്ന് വെച്ചാൽ പഠിക്കുന്ന പിള്ളേർക്ക് ST പൂർണ്ണമായിട്ട് ഒഴിവാക്കി സൗജന്യ യാത്ര കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇതിന് ഇടയ്ക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഒരു 25 വയസ്സ് അല്ല 23, 24 വയസ്സ് അല്ല 25 വയസ്സിന് മുകളിലോട്ടുള്ള 25 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ പൈസ ഈടാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ടിക്കറ്റ് കൊടുക്കണം. കാരണം അവരെല്ലാം ജോലിയുള്ളവരാണ്, അവർ ജോലിക്ക് പോകുന്നവരാണ്, അല്ല ആരും വീട്ടിൽ പട്ടിണി ഇരിക്കുന്നവരല്ല. KSRTC യാത്ര ചെയ്ത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റ് വണ്ടിക്ക് പോലും സത്യം പറഞ്ഞാൽ അടിയാണ്. കാരണം ഇവിടുന്ന് ഇപ്പോൾ ഈ പ്രിയദർശിനി അങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടുന്ന് നേരെ കോട്ടയം പോകാനും കോട്ടയത്തുനിന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോകാനും അവിടുന്ന് തിരുവനന്തപുരത്തിന് പോകാനും എല്ലാം പ്രിയദർശിനിയുണ്ട്. ഒരുപാട് വിസിറ്റിംഗ് വിസ നമ്മൾ വിദേശത്തോട്ട് പോകുന്ന അവസ്ഥയാണ്. എന്നിട്ട് തിരിച്ചിങ്ങ് വന്നാൽ മതി. ഇങ്ങനല്ല ഈ പ്രിയദർശിനി എന്ന പദ്ധതിയെ ഇങ്ങനെയല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആവിഷ്കരിക്കേണ്ടത്. അതിനായിട്ട് കണ്ടെത്തുന്ന ചില ബസ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക. അല്ലാതെ ഓർഡിനറി എന്ന് പറഞ്ഞ് ഇതിപ്പോൾ എല്ലാവർക്കും കൊടുത്തു. കുറേ കഴിയുമ്പോൾ KSRTC കട്ടപ്പുറത്താകും, പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരും കട്ടപ്പുറത്താകും, കുറേ ആത്മഹത്യ കൂടെ ഉണ്ടാകും. അതല്ലാതെ ഈ സർക്കാർ ഇതുവരെ വന്നിട്ട് എന്താണ് ഗുണമുള്ളത്? ഇനി ആത്മഹത്യ കൂടും. കാരണം ബസ് മുതലാളിമാരൊക്കെ ആത്മഹത്യ ചെയ്യും. കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം സർക്കാർ പിടുങ്ങുന്നതിനൊരു കുഴപ്പമില്ല. MVD ആയിട്ടും മോട്ടോർ വാഹന വകുപ്പായിട്ടും പുക പൊല്യൂഷനായിട്ടും എല്ലാം പിടുങ്ങുന്നതിനൊരു കുറവും വന്നിട്ടില്ല. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. പിടുങ്ങുന്ന അതേപടി നിർന്നു, വരുന്ന സോഴ്സ് കുറച്ചു. അതാണ് ഇപ്പം വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദാര്യം. എന്തിനാണ് സാറേ ഇതിപ്പോൾ പിണറായി വിജയനും താങ്കളും തമ്മിൽ വലിയ മാറ്റമൊന്നും ഇല്ലെന്ന് വിമർശിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല, ഒരു ഗുണവുമില്ല സത്യം പറയാമല്ലോ. ഇപ്പോൾ പകുതി വന്നപ്പോൾ തന്നെ ഒടിഞ്ഞു. പാവപ്പെട്ട ഓരോ പ്രൈവറ്റ് വണ്ടിക്കാരൻ, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരൻ്റെ പോലും ഒടിഞ്ഞ അവസ്ഥയിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ ഓടിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഇതൊന്നുകൂടെ പുനർചിന്തിക്കുക. ദയവായി നല്ല രീതിയിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള മാർഗം നിരീക്ഷിക്കുക. കേരളത്തെ ഇനിയും കടക്കണിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അതെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ് കൂടി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെനിക്കും ഒരു പ്രചോദനമായി നിങ്ങളെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് ദയവായി സബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.